ഇന്ന് ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനൊരു പത്രസമ്മേളനം നടത്താനായി തീരുമാനിച്ചത്. ഞാൻ എക്സൈസ് വകുപ്പ് മന്ത്രിയായി, സഹകരണ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം നടത്തുന്ന ആദ്യത്തെ പത്രസമ്മേളനം കൂടിയാണ് ഇത്. കഴിഞ്ഞ ഒരു മാസക്കാലം മന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം വകുപ്പിൽ ആദ്യഘട്ടത്തിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിലവിലുള്ളൊരു സ്ഥിതി വിലയിരുത്താനും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്താനുമാണ് ആദ്യ സമയം വിനിയോഗിച്ചത്. ആദ്യ ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് എക്സൈസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ കേരളത്തിലെ പ്രധാന എക്സൈസ് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് നിലവിൽ എക്സൈസ് വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിലയിരുത്തൽ നടത്തുകയുണ്ടായി. അതിനെ തുടർന്നാണ് ഫസ്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ നമ്മൾ എക്സൈസിൽ പ്രഖ്യാപിച്ചത്. അതിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ, മയക്കുമരുന്ന് മാത്രമല്ല ലഹരിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻ ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനമാണ് സ്വീകരിച്ചത്. അതിന് ഓപ്പറേഷൻ തണ്ടർ എന്നാണ്. അത് മുമ്പ് തന്നെ എക്സൈസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ആക്ഷൻസിന് ഓപ്പറേഷൻ തണ്ടർ എന്നൊരു പേരുണ്ട്. പക്ഷെ അത് ഇടക്കാലത്ത് മുടങ്ങിക്കിടക്കുന്നതിനാൽ നമ്മൾ ആ പേരിൽ തന്നെ ഓപ്പറേഷൻ തണ്ടർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. നാളിതുവരെ ഓപ്പറേഷൻ തണ്ടറിൽ എൻഫോഴ്സ്മെൻറ്റ് സൈഡിൽ 14,722 കേസുകൾ, പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം 14,722 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. അതിലെ 1,422 എണ്ണം NDPS കേസുകളാണ്. അബ്കാരി കേസുകൾ 2,292 കോട്ട്പ കേസുകൾ, പുകയിലയുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 11,008 കേസുകളാണ്. അതിൽ തന്നെ NDPS കേസുകളിൽ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് 15 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസുകൾ എക്സൈസ് സേന അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി. മീഡിയം ക്വാണ്ടിറ്റി കേസ് 170 എണ്ണമാണ്. കഞ്ചാവ് 185.555 കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ഹെറോയിൻ 225.689 ഗ്രാം ആണ് ഹെറോയിൻ. ഹാഷിഷ് ഓയിൽ 157.113 ഗ്രാമാണ്. MDMA 795.88 ഗ്രാം. മെത്താംഫിറ്റമിൻ 771.67 ഗ്രാമാണ്. ബ്രൗൺ ഷുഗർ 7.94 ഗ്രാം. കഞ്ചാവ് ചെടിയിൽ 265 കഞ്ചാവ് ചെടികളാണ് കണ്ടെത്തിയത്. ചാരായം 231.9 ലിറ്റർ തുടങ്ങി അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വ്യാജ കള്ള 1,175 ലിറ്ററാണ്. വാഷ് 16,422 ലിറ്റർ. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ 5,584.569 കിലോഗ്രാം. എക്സൈസ് സേനയെ സംബന്ധിച്ച് എനിക്ക് ഉദ്യോഗസ്ഥന്മാരുമായും മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികളുമായൊക്കെ സംസാരിക്കുമ്പോൾ കുറേയേറെ പരിമിതികൾ അവർക്കുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. ആധുനികവൽക്കരണത്തിലേക്ക് പൂർണ്ണമായി കടന്നിട്ടില്ലാത്ത ഒരു സേനയാണ് എക്സൈസ്. സ്റ്റാഫുകളുടെ എണ്ണം തന്നെ ഏകദേശം 5,000-നടുത്ത് മാത്രമാണ്. അവരാണ് എൻഫോഴ്സ്മെൻറ്റും എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നവരാണ്. ആധുനികമായ ഉപകരണങ്ങളുടെ അഭാവമുണ്ട്. വാഹനങ്ങളുടെ ഷോർട്ടേജുണ്ട്. നിലവിൽ മയക്കുമരുന്ന് കണ്ടെത്തുന്ന സമയത്ത് സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ എക്സൈസ് സേനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം തന്നെ കേസുകൾ എടുക്കുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധയിൽപ്പെടുത്തിയൊരു കാര്യം, നമ്മളിത് കെമിക്കൽ എക്സാമിനേഷൻ അയച്ചാൽ കാലതാമസം ഉണ്ടാകുന്നതൊക്കെ തന്നെ കേസുകളെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യവും അറിയിക്കുകയുണ്ടായി. ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാനാണ് പ്രാഥമികമായ ശ്രമം ഉണ്ടായത്. അത് ബജറ്റ് പ്രപ്പോസൽ എന്ന രീതിയിൽ സംസ്ഥാന എക്സൈസ് വകുപ്പ് ബജറ്റിലേക്ക് തുക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയ നിർദ്ദേശങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. അതിൽ കേരളത്തിലെ മുഴുവൻ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലേക്കും സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ നൽകാനുള്ളൊരു തീരുമാനത്തിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തുക ഒരു പ്രധാനപ്പെട്ട നേട്ടമാണ്. കാരണം കേരളത്തിൽ എല്ലാ എക്സൈസ് റേഞ്ച് ഓഫീസുകളിലും ഇനി മുതൽ പിടിച്ചെടുക്കപ്പെടുന്ന ലഹരി വസ്തുക്കൾ കൃത്യമായി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സബ്സ്റ്റൻസ് ഐഡൻറ്റിഫിക്കേഷൻ കിറ്റുകൾ നമുക്ക് ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2 സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി, എക്സൈസിൻ്റേതായി കേരളത്തിൽ ആദ്യമായി ഒരു സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി അനുവദിക്കുവാൻ ബജറ്റിൽ അനുമതി ഉണ്ടായിട്ടുണ്ട്.
അതോടുകൂടി സംസ്ഥാന എക്സൈസിന് കേസുകൾ പിടിച്ചെടുക്കുന്നതിന് എടുത്തു കിട്ടുന്ന ഇത്തരം ലഹരി വസ്തുക്കൾ സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറിക്ക് അയച്ച് അതിൻ്റെ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് എന്നൊക്കുന്ന ഒരു കാലതാമസം ഒഴിവാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണ്. സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറി യാഥാർത്ഥ്യമാവുന്നതോടെ ആ പ്രശ്നത്തിന് പരിഹാരമാകും. കൂടാതെ സംസ്ഥാനത്തെ എക്സൈസ് റേഞ്ച് ഓഫീസുകളുടെ സ്റ്റേഷനുകളുടെ സ്ഥിതി വളരെ മികച്ച അവസ്ഥയിലല്ല. മോഡൽ എക്സൈസ് റേഞ്ച് ഓഫീസുകൾ ആരംഭിക്കുന്നതിനും ഇത്തവണ ബജറ്റിൽ തുക വകയിരുത്തുന്നു. അതോടുകൂടി ഒരു എക്സൈസ് ഓഫീസ് ഒരു പ്രദേശത്ത് എൻഫോഴ്സ്മെൻറ്റിനൊപ്പം മറ്റ് കാര്യങ്ങളിലും കേസിൻ്റെ കൺവിക്ഷൻ ഉറപ്പുവരുത്താൻ ആവശ്യമായ അടിസ്ഥാന സാഹചര്യങ്ങളുള്ള കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള മോഡൽ എക്സൈസ് ഓഫീസുകൾ കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, എക്സൈസിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും ആരംഭിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിരവധി തസ്തികകൾ ആവശ്യമുള്ള ഒന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പക്ഷേ പുതിയ തസ്തികകളില്ലാത്തതിനാൽ നിലവിലുള്ള ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചുകൊണ്ട് നാർക്കോട്ടിക് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പ്രവർത്തനവും എക്സൈസ് ആരംഭിക്കുകയാണ്. എക്സൈസ് ഇത് ഞാൻ പറഞ്ഞ എൻഫോഴ്സ്മെൻറ്റ് സൈഡാണ് ഓപ്പറേഷൻ തണ്ടറിൻ്റെ കാര്യത്തിൽ. പക്ഷേ വളരെ സമഗ്രമായ ഒരു പ്രവർത്തന പദ്ധതി സംസ്ഥാന എക്സൈസ് ആവിഷ്കരിച്ചിരിക്കുകയാണ്. മയങ്ങില്ല കേരളം എന്ന ക്യാമ്പയിനാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതൊരു മിഷനാണ്. അതിൽ എൻഫോഴ്സ്മെൻറ്റ് സൈഡുണ്ട്, അതോടൊപ്പം തന്നെ നിലവിലുള്ള വിമുക്തിയുടെ അവെയർനെസ് സൈഡുണ്ട്. കാരണം വളരെ മികച്ച രീതിയിൽ ഉള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് എക്സൈസിന് അതിനുള്ള ശേഷിയുണ്ട്. 31ഓളം എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നിംഹാൻസിൽ പരിശീലനം നേടിയവരാണ്. സംസ്ഥാനത്താകമാനം പരിശീലനവും വലിയൊരു നെറ്റ്വർക്കുണ്ട്. ഇത് കേരളത്തിലെ ആകമാനമുള്ള വിദ്യാലയങ്ങളിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി നിലവിലുള്ള സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട്, ഇപ്പം നിലവിൽ നാർക്കോട്ടിക് ക്ലബ്ബുകളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണ ഇഫക്റ്റീവ് അല്ല. കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ആൻറ്റി നാർക്കോട്ടിക് ക്ലബ്ബുകളുടെ പ്രവർത്തനം വിപുലീകരിച്ച് അവെയർനെസ് സൈഡിനെ എക്സൈസിൻ്റെ നിലവിലുള്ള പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മിഷൻ്റെ ഭാഗമായി. മയങ്ങില്ല കേരളം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പില്ലർ എൻഫോഴ്സ്മെൻറ്റും അവെയർനെസ്സിനൊപ്പം മൂന്നാമത്തെ പ്രധാനപ്പെട്ട പില്ലർ ഡി അഡിക്ഷനാണ്. സംസ്ഥാനത്തെ ഡി അഡിക്ഷനിൽ 14 ഡി അഡിക്ഷൻ സെൻ്ററുകളാണ് എക്സൈസിനുള്ളത് വിമുക്തി മിഷൻ്റെ ഭാഗമായി. ഈ ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും ഒക്കെ ഉൾപ്പെടുന്ന നിലവിലുള്ള സിസ്റ്റമുണ്ട്. ഈ സിസ്റ്റത്തെ കൂടുതൽ ഇഫക്റ്റീവ് ആക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലേക്കും അത് 77 സെൻ്ററുകളിലേക്ക് ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം വ്യാപിക്കുക എന്ന ലക്ഷ്യമാണ് മയങ്ങില്ല കേരളം ക്യാമ്പയിനിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഞങ്ങളുടെ സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിച്ച് എല്ലാ താലൂക്കുകളിലേക്കും ഡി അഡിക്ഷൻ സെൻ്ററുകൾ. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പുനരധിവാസവും റിഹാബിലിറ്റേഷനും സാമൂഹ്യ സംയോജനവുമാണ്. പുനരധിവാസം സമൂഹത്തിലേക്ക് ഇവരെ സംയോജിപ്പിക്കുക. പ്രധാനപ്പെട്ട പ്രശ്നം ഡി അഡിക്ഷന് ശേഷവും നിരവധി ആളുകൾ ഇതിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡി അഡിക്ഷന് ശേഷം റിഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പില്ലർ, ആ ഒരു മേഖല യഥാർത്ഥത്തിൽ വേണ്ടത്ര ഫോക്കസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് നിരവധി ആളുകൾ വീണ്ടും ഈ പാതയിലേക്ക് തിരികെ പോകുന്നുണ്ട്. റിഹാബിലിറ്റേഷനായി വളരെ സമഗ്രമായ ഒരു പദ്ധതിയാണ് എക്സൈസ് കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളതിനെ ആസൂത്രണം ചെയ്യുന്നത്. അത് പറഞ്ഞാൽ ഒരു പേഴ്സൺ സെൻട്രിക്കാണ്. ഓരോ വ്യക്തിയുടെയും പുനരധിവാസ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ 18 വയസ്സിൽ താഴെയുള്ളൊരു കുട്ടിയുടെ പുനരധിവാസ ആവശ്യമല്ല മുതിർന്ന ഒരു ഡോക്ടറേറ്റ് ഉള്ള ഒരാൾക്ക് ചിലപ്പം വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയുടെ ആവശ്യമല്ല മറ്റൊരാൾക്ക്. അപ്പോൾ അങ്ങനെ സമഗ്രമായി ചിന്തിക്കുന്ന സംസ്ഥാനത്തെ വിവിധ ഏജൻസികളെ സംയോജിപ്പിച്ചുകൊണ്ട് കായിക സംഘടനകൾ, ക്രിക്കറ്റ് അസോസിയേഷൻ, ഫുട്ബോൾ അസോസിയേഷൻ, അത്ലറ്റിക് അസോസിയേഷൻ, വോളിബോൾ അസോസിയേഷൻ, അല്ലെങ്കിൽ കയാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ, സാമുദായിക സംഘടനകൾ, ഇവരെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ പുനരധിവാസ പ്രോജക്റ്റാണ് എക്സൈസ് നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും. ഇപ്പം നിലവിലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം മയക്കുമരുന്നിൻ്റെ ഇൻഫോർമർ ആരാകാൻ പലർക്കും ആശങ്കയുണ്ട്. ഇപ്പം എന്നോട് തന്നെ പറഞ്ഞ ആളുകൾ ഫോൺ ചെയ്ത് ഒരു വിവരം കൊടുത്താൽ നാളെ ഈ മാഫിയ വളരെ ശക്തമായതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് സുരക്ഷിതത്വമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഈ ഒരു വിഷയത്തെ സംസ്ഥാന എക്സൈസ് അഡ്രസ്സ് ചെയ്തു. വളരെ പ്രധാനപ്പെട്ടൊരു പോർട്ടൽ, മയങ്ങില്ല കേരളം ജനജാഗ്രത പോർട്ടൽ, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന എക്സൈസ് അത് ഓപ്പറേഷണലാക്കിയിരിക്കുകയാണ്. ജൂലൈ 1 മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കും. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ ഫോൺ ചെയ്ത് പറയണ്ട, പോർട്ടലിൽ വിവരം നൽകാം. ഇൻഫോർമേഷൻ മാത്രമല്ല, ഒരു ഗാർഡിയനായി പ്രവർത്തിക്കുന്ന ഇൻഫോമിംഗ് സിസ്റ്റം മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഒരാൾക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട്, തീർച്ചയായിട്ടും ഈ പോർട്ടൽ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ കൗൺസിലർമാർ
എക്സൈസ് കൗൺസിലർമാരും മറ്റ് കൗൺസിലർമാരെ അറേഞ്ച് ചെയ്ത് കൗൺസിലിംഗ് നടക്കും. ഒരാൾക്ക് ഡി അഡിക്ഷൻ വേണം, ഇതിൽ രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ഡി അഡിക്ഷൻ സെൻ്ററുകളുടെ പ്രവർത്തനം അതിനായി ഉപയോഗപ്പെടുത്തും. അതോടൊപ്പം മറ്റ് സേവനങ്ങളും. അപ്പോൾ വളരെ ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടലാണ്, ഇന്ത്യയിലെ ഒരു എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി സമർപ്പിക്കുന്ന ആദ്യത്തെ ഇത്തരത്തിലുള്ളൊരു പോർട്ടലാണ് സംസ്ഥാന എക്സൈസിൻ്റെ മയങ്ങില്ല കേരളം ജനജാഗ്രതാ പോർട്ടൽ. അത് ജൂലൈ 1 മുതൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങൾ, ഞങ്ങൾ എക്സൈസിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്ത് വ്യാജ കള്ളിനെക്കുറിച്ചുള്ള നിരവധി പരാതികളുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ച് ഭക്ഷ്യവിഷബാധ ബാധിച്ച് മരണമടഞ്ഞവരെക്കുറിച്ചുള്ള വാർത്ത നമ്മൾ കോട്ടയത്ത് റിപ്പോർട്ട് ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ബാറുകൾ പ്രവർത്തന സമയത്തിന് മുൻപ് തന്നെ തുറന്നു പ്രവർത്തിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം ശക്തമായ ഇടപെടൽ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ ശുദ്ധി എന്ന പേരിൽ വ്യാജ കള്ളിൻ്റെ പരിശോധന വളരെ കൃത്യമായി തന്നെ സംസ്ഥാന വ്യാപകമായി ആരംഭിച്ചിട്ടുണ്ട്. വ്യാജ കള്ള് പിടിച്ചെടുക്കാനും അതോടൊപ്പം തന്നെ ഭക്ഷ്യ വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും ഒക്കെ തന്നെ എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാവുകയാണ്. വളരെ കൃത്യമായ ആ മേഖലയിൽ ഇടപെടൽ നടത്തി വ്യാജ കള്ളിനെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം ഉറപ്പുവരുത്താൻ പോവുകയാണ്. ബാറുകളെ സംബന്ധിച്ചും കൃത്യമായ പ്രവർത്തന സമയം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ചെക്ക് പോസ്റ്റുകളിലെ നിരവധി പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയില്ലാതെ കടന്നു പോകുന്നു എന്നുള്ള മാധ്യമ വാർത്തകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽ അദ്ദേഹം ആ വിഷയത്തിൽ സംസ്ഥാന ഫോഴ്സ് തന്നെ അതിൽ ഇടപെടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ചെക്ക് പോസ്റ്റുകളുടെ ഉൾപ്പെടെ സുരക്ഷ ഉറപ്പുവരുത്തി അഴിമതിരഹിതമായി മുന്നോട്ട് പോകാനുള്ള പദ്ധതിയാണ് സംസ്ഥാന എക്സൈസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് കെമിക്കൽ എക്സാമിനേഷൻ ലാബറട്ടറിക്ക് കായംകുളത്താണ് അതിൻ്റെ പ്രപ്പോസൽ വന്നത്. ഞങ്ങളിവിടെ സ്ഥലം കണ്ടെത്തി, അവിടെ നിലവിൽ ഒരു സ്പേസ് ഉള്ളൊരു സ്ഥലത്ത് ആണ് വന്നിരിക്കുന്നത്. സർക്കാരിൻ്റെ നയം, ഈ സർക്കാർ അധികാരത്തിൽ വന്നത് ഐക്യജനാധിപത്യ മുന്നണിയുടെ, കോൺഗ്രസിനെയും ഐക്യജനാധിപത്യ മുന്നണിയും പ്രകടന പത്രിക മുൻനിർത്തിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത്. ജനങ്ങൾ വോട്ട് ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. മദ്യത്തിൻ്റെ വ്യാപനം കുറച്ചുകൊണ്ട് വരിക എന്നത് തന്നെയാണ് ഈ ഗവൺമെൻറ് നയം. പക്ഷേ ഔദ്യോഗികമായ അബ്കാരി നയം തീർച്ചയായിട്ടും ഈ സമ്മേളനത്തിന് ശേഷം സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അബ്കാരി പോളിസി കൊണ്ടുവരുമെന്നതിനെക്കുറിച്ച് എക്സൈസ് വകുപ്പ് ഈ നിയമസഭാ സമ്മേളനത്തിന് ശേഷം അതിൻ്റെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ തുടങ്ങും. എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടെല്ലാം ചർച്ച നടത്തും. മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങൾ, വിവിധ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻസ് ഉണ്ട്, ബാർ തൊഴിലാളികളുണ്ട്, സമൂഹത്തിലെ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് തീർച്ചയായിട്ടും തയ്യാറാക്കപ്പെടും. ആ ഡ്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് ഞാനിപ്പം എക്സൈസ് മന്ത്രി എന്നതിനപ്പുറത്ത് UDF ഒരു നേതാവെന്ന നിലയിൽ UDF തരത്തിലുള്ള ചർച്ചകളും ഉണ്ടാവും. എന്നാണെങ്കിലും ഒരു വളരെ കൃത്യമായ കേരള സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രോഗ്രസീവായ ഒരു നയമായിരിക്കും വരുന്നതെന്ന പ്രതീക്ഷയാണുള്ളത്. ഉറപ്പായി അത്തരമൊരു നയമായിരിക്കും വരുന്നത്. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിലപാട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് നാളെ ഇത്തരമൊരു വിൽപ്പന ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ വരാൻ പോകുന്ന സെൽ ടാക്സ് എന്നാണ് അദ്ദേഹം നിയമസഭയ്ക്കുള്ളിൽ പ്രഖ്യാപിച്ചത്. വളരെ കൃത്യമാണ് ആ കാര്യത്തിലെ നിലപാട്. കേരളത്തിൽ മദ്യവിൽപ്പന, ഏത് തരത്തിലുള്ള മദ്യവിൽപ്പനയെ സംബന്ധിച്ചും അന്തിമ വാക്ക് പോളിസിയാണ്. ആ പോളിസി വന്നതിന് ശേഷം മാത്രമേ അത്തരം വിൽപ്പനയൊക്കെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ എന്ന് തന്നെയാണ് എനിക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. അതാണ് സർക്കാരിൻ്റെ നയമെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രി കേരള നിയമസഭയിൽ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കേരളത്തിൽ അതിൻ്റെ നാൾവഴികളൊക്കെ എല്ലാവർക്കും അറിയാം. ഞാൻ പറയട്ടെ, സംസ്ഥാനത്ത് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ആശയം തന്നെ, സങ്കല്പം തന്നെ കൊണ്ടുവന്നത് 2022 LDF ഗവൺമെൻറ്റിൻ്റെ അബ്കാരി നയമാണ്. അപ്പോൾ അതിലെ പാരഗ്രാഫ് നമ്പർ 25 ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് സൂചിപ്പിച്ചുകൊണ്ട് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്നൊരു കാഴ്ചപ്പാട് കൊണ്ടുവന്നത്. അന്ന് 2023 ഇറങ്ങിയ ഗവൺമെൻറ് ജിയോ പ്രകാരം ലോ ആൽക്കഹോളിക് ബിവറേജസ് കേരള അബ്കാരി റൂൾസിനെ അമെൻഡ് ചെയ്ത് സെക്ഷൻ 3A ഉൾപ്പെടുത്തി. സെക്ഷൻ 3A പ്രകാരമാണ് ലോ ആൽക്കഹോളിക് ബിവറേജസ് എന്ന് പറയുന്ന ഒരു ഫ്രേസ് തന്നെ കേരളത്തിൽ അബ്കാരി നിയമത്തിൽ വരുന്നത്. അതിനുശേഷം 2025 ഇറക്കിയ അടുത്ത നോട്ടിഫിക്കേഷനിലൂടെ, അപ്പോൾ ഈ ലോ ആൽക്കഹോളിക് ബിവറേജസിൻ്റെ വീര്യം 0.5 to 20 VV ആണ്. അതിനുശേഷം 2025 ജിയോയിലൂടെ 20% മുതൽ 30% വരെ വീര്യമുള്ള പുതിയൊരു മദ്യത്തിൻ്റെ സങ്കല്പം കൊണ്ടുവന്നു. അത് പഴങ്ങളിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്, ഹോർട്ടി വൈൻസ് ആൻഡ് ഹോർട്ടി ലിക്വർ.
ഇവിടെ ലോ ആൽക്കഹോളിക് ബിവറേജുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ഉയർന്നു വന്നപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത്, പഴങ്ങളിൽ നിന്നും ഈ മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരെ സഹായിക്കുന്ന ഒരു നയമാണെന്നാണ്. ഇവിടെ സെയിൽ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർന്നു വന്നു അത്തരം ഒരു വൈൻസിൻ്റെ കാര്യത്തിലാണോ? അത് 20 മുതൽ 30 ആണെങ്കിൽ ഇത് 0.5 മുതൽ 20 വരെയുള്ള ലോ ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഇംഗ്ലാണ്. അത് കൊണ്ടുവന്നത് തന്നെ LDF ആണ്. അതുമായി ബന്ധപ്പെട്ട നയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഈ ഗവൺമെൻറ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോൾ, ബജറ്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ധനാഗമ മാർഗ്ഗങ്ങളെക്കുറിച്ചുള്ള ഒരു പോർഷനിൽ സെയിൽ ടാക്സിൽ ഫിക്സ് ചെയ്തു. പക്ഷെ അത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു അത് വിൽക്കാനുള്ളതല്ല. അത് സെയിൽ ടാക്സ് എന്ന് പറഞ്ഞാൽ നാളെ മദ്യനയം വന്ന് വിൽക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന സ്ലാബ് ഇതാണ്. കാരണം LDFൻ്റെ സമയത്ത് അതിൻ്റെ ടാക്സ് 251% പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ അതിനെ നമ്മൾ കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. വിൽക്കണമെന്നുണ്ടെങ്കിലൂടെ ഞാൻ പറഞ്ഞുതരാം. വിൽക്കണമെങ്കിൽ സംസ്ഥാനത്ത് ഒരു മദ്യോൽപ്പന്നം വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കസ്റ്റോഡിയൻ എന്നത് എക്സൈസ് കമ്മീഷണറാണ്. ഇവിടെ ഒരു നിയമമുണ്ട്, ദ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ്സ്. കേരളത്തിൽ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ് റൂൾസ് പ്രകാരം വിൽക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു കമ്പനി സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ അപേക്ഷ നൽകി ആ അപേക്ഷയിൽ പ്രകാരം എക്സൈസ് കമ്മീഷണർ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുകയുള്ളൂ? വിൽപ്പന നടക്കുകയുള്ളൂ. അതാണ് നിയമം. അങ്ങനെയല്ലേ കമ്മീഷണർ? അല്ല, ഞാൻ പറയട്ടെ, ആ നിയമം അതല്ലേ? അപ്പോൾ വിൽപ്പന നടക്കണമെങ്കിൽ എന്ത് നടക്കണം? വിൽപ്പന നടക്കണമെങ്കിൽ എക്സൈസ് കമ്മീഷണർക്ക് മുമ്പാകെ വന്ന് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടെങ്കിലേ പറ്റുള്ളൂ. അതാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിയിൽ ഞാൻ പറഞ്ഞത്. സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ നിലപാട് വ്യക്തമാണ്. ഇവിടെ സംസ്ഥാന എക്സൈസിന് മുമ്പാകെ എക്സൈസ് നയം വരുന്നതിന് മുൻപ് അത്തരമൊരു ബ്രാൻഡ് രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ വന്നാൽ എക്സൈസ് വകുപ്പ് മന്ത്രി എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം നൽകാനുള്ള അവകാശം എനിക്കുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അത് തീർച്ചയായിട്ടും ആ അധികാരത്തിന് അത് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന എക്സൈസ് കമ്മീഷന് മുമ്പായി എടുക്കാവുന്ന തീരുമാനമാണ്. അതിന് കൃത്യമായ നിയമങ്ങളുണ്ട്. അതുദ്ദേശിച്ച് തന്നെയാണ് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത്, ഇവിടെ അബ്കാരി പോളിസി വന്നതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളുള്ളൂ. നാളെ പോളിസി വന്നാൽ അതൊരു ഡിബേറ്റബിളായ കാര്യം. ഇപ്പോൾ എൻ്റെ നിലപാട് എന്താണെന്ന് ഞാനിവിടെ പരസ്യമായി പറയുമ്പോൾ 2 തരത്തിൽ സമൂഹത്തിൽ ചർച്ചകൾ നടന്നേക്കാം. ഇത് കൊണ്ടുവരുന്നതാണെന്ന് പറയുന്ന ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അതല്ല, കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് ചിന്തിക്കുന്നവരുടെ നിലപാടുണ്ടാവും. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ നിലപാട് എന്താണെന്നുള്ളത് അതൊരു പോളിസിയിൽ പരസ്യമായി പറയേണ്ട ഒന്നല്ല. അത് ഡിബേറ്റബിളായ കാര്യമാണ്. അതിന് എനിക്കെൻ്റെ നിലപാടുണ്ട്, വ്യക്തിപരമായ നിലപാടാണ്. പക്ഷേ ആ നിലപാടിനപ്പുറത്ത് UDF അത് ചർച്ചയിലൂടെ ഔദ്യോഗികമായ നയം തീരുമാനിക്കപ്പെടുമ്പോൾ മാത്രമേ ഈ പറയുന്നതിനെല്ലാം തന്നെ എന്തുള്ളൂ, പ്രസക്തിയുള്ളൂ. അതാണ് സംസ്ഥാന മുഖ്യമന്ത്രി വളരെ കൃത്യമായി വ്യക്തമാക്കിയത്. എൻ്റെ ആദ്യം മുതലുള്ള നിലപാടുകൾ, ഞാൻ പലപ്പോഴും പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ വളരെ കൃത്യമായ നിലപാട് ആ കാര്യത്തിലുണ്ട്. മദ്യനയം വന്നതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യത്തിൽ UDF ഒരു മുന്നണി അധികാരത്തിൽ വന്നു. ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ കൊടുത്ത വാഗ്ദാനങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ ഒരു പോളിസി പ്രഖ്യാപിക്കപ്പെടും. ആ പോളിസിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രസക്തിക്ക് അപ്പുറത്ത് UDF എടുക്കുന്ന നിലപാട്, കോൺഗ്രസ് പാർട്ടിയുടേതായ നിലപാട്, ഇതൊക്കെയാണ് എന്നെ സ്വാധീനിക്കുന്നത് കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ജനാധിപത്യ സമൂഹമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ വ്യത്യസ്തമായ ആശയങ്ങൾ ഉയർന്നു വരും. അതിലൂടെയാണ് തീരുമാനം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു തീരുമാനത്തെത്തുമ്പോൾ ഡിസെൻറ്റ് വിത്ത്, നമ്മൾ എഗ്രീഡ് വിത്ത് ഡിസെൻ്റ് നിലപ്പോൾ പറയാറുണ്ട് എന്നൊക്കെ പറയുന്നവരാണ് പല പോളിസികളെ സംബന്ധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. മുഖ്യമന്ത്രി വളരെ കൃത്യമായിട്ട് നിയമസഭയ്ക്ക് അത് പറഞ്ഞു, വിൽക്കാനുള്ള ഇതല്ല, ഇങ്ങനെയൊരു പോളിസി വരികയാണെന്നുണ്ടെങ്കിൽ വിൽക്കാനുള്ള സ്ലാബ് ഇതാണ് എന്ന് പറഞ്ഞു. അതൊരു ഭരണപരമായ തീരുമാനം എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് വ്യക്തമല്ലേ? അത് നിയമസഭാ പ്രസംഗത്തിൽ തന്നെ വ്യക്തമാക്കുന്നതല്ലേ? GST സംസ്ഥാനത്ത് ഒരു GST സെയിൽ ടാക്സ് ഏർപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു ബജറ്റ് രഹസ്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പ്രസംഗത്തിൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏത് നികുതി ഏർപ്പെടുത്താൻ പോകുന്നതെന്ന്, എത്ര ശതമാനം നികുതി ഏർപ്പെടുത്താൻ ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിക്കട്ടെ, ദയവായി ഞാൻ പൂർത്തീകരിക്കട്ടെ. സംസ്ഥാനത്തൊരു ധനകാര്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഇത്ര ശതമാനമാണ് നികുതി ഏർപ്പെടുത്തുന്നത് എന്ന് ഏതെങ്കിലും വല്ല വകുപ്പ് മന്ത്രിമാരോടും പറയാറുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? അതെന്താ മനസ്സിലാക്കാത്തത്? പക്ഷേ ഞാനിതിൻ്റെ എക്സിക്യൂഷൻ സൈഡിലേക്ക് പറഞ്ഞു. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു വലിയ ചർച്ചയുടെ പ്രശ്നം. GST വകുപ്പിനെ സംബന്ധിച്ചും ധനവകുപ്പിനെ സംബന്ധിച്ചും വരുമാനം ലഭിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ ഇത് തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. വിൽപ്പന എന്നത് തികച്ചും വ്യത്യസ്തമായൊരു കാര്യമാണ്. മറ്റേതൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ്.
അതും ഒരു പോളിസി ഡിസിഷൻ തമ്മിൽ കൂട്ടിക്കെട്ടണ്ട. അല്ല, നിങ്ങളിങ്ങനെ ഇത് വരികൾ നിങ്ങളുടെ പദാവലികൾ ദയവായി എൻ്റെ നാവിലേക്ക് തിരികാതിരിക്കുക. വിയോജിപ്പ് എന്ന് ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും, അത് നിങ്ങൾക്ക് ഊഹിക്കുന്ന കാര്യങ്ങൾ. ഞാൻ എൻ്റെ പൊസിഷൻ വളരെ കൃത്യമാണ്. കേരളത്തിൽ ഈ ഗവൺമെൻറ്റിനെ നിങ്ങൾ ആ LDF സർക്കാർ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വായിക്കണം. ഓൺ ദി ബേസിസ് ഓഫ് അബ്കാരി പോളിസി 2022 വി ആർ ഇഷ്യൂയിങ് ദിസ് നോട്ടിഫിക്കേഷൻ എന്നാണ് 20 മുതലേ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ ലോ ആൽക്കോളിക് ബ്യൂറേസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതേ കാര്യം മെൻഷൻ ചെയ്തിട്ടാണ് ഹോർട്ടി ലിക്കറും ഹോർട്ടി വൈൻസും പറയുന്നത്. അപ്പോൾ എക്സൈസ് വകുപ്പ് മന്ത്രി ഞാൻ പറയുന്നു, ഇവിടെ വിൽക്കണോ എന്നുള്ള തീരുമാനം കൃത്യമായി എന്തിൻ്റെ അടിസ്ഥാനത്തിലാവണം? അബ്കാരി പോളിസിയുടെ അടിസ്ഥാനത്തിലാവണം. അബ്കാരി പോളിസി ഇതുവരെ എന്ത് ചെയ്യപ്പെട്ടിട്ടില്ല, തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതിൻ്റെ ചർച്ചകൾ, പ്രാഥമിക ചർച്ചകൾ എക്സൈസ് വകുപ്പ് തുടങ്ങുന്നു. UDF ഉൾപ്പെടെ ചർച്ച നടക്കും. അബ്കാരി പോളിസി വരുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിന് ഏത് സമയത്ത് വിൽപ്പനാനുമതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ തന്നെ ഒരു ഫിനാൻഷ്യൽ തീരുമാനം എന്നതിനപ്പുറത്ത് വിൽക്കാനുള്ള ലൈസൻസ് അല്ല. അതാണ് ഞാൻ വളരെ കൃത്യമായി പറയുന്നത്. വിൽക്കാനുള്ള ലൈസൻസ് അല്ല. അബ്കാരി പോളിസി വരാതെ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ഇത് വിൽക്കാനുള്ള ഒരു അപേക്ഷ വന്നാൽ അത് ഡിനേ ചെയ്യുക എന്നുള്ളതാണ് സ്വാഭാവികമായും. അല്ലാതെ അബ്കാരി പോളിസി വന്നിട്ടില്ല. അബ്കാരി പോളിസി വന്നിട്ടേ പറ്റുകയുള്ളൂ എന്നാണ് CM പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യക്തമല്ലേ കാര്യങ്ങൾ? പിന്നെയും നിങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം? വിൽപ്പന നികുതിയുള്ളൊരു പ്രോഡക്റ്റാണ് ഇവിടെ ഈ ലോ ആൽക്കോളിക് ബിവറേജ്. ഇവിടെ ആ വിൽപ്പന നികുതി വിൽക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് തീരുമാനിച്ചു. വിൽക്കാൻ അനുമതി ഇല്ല നിലവിൽ. മനസ്സിലായില്ലേ? കേരളത്തിൽ UDFൻ്റെ അബ്കാരി പോളിസി നിലവിൽ വരുമ്പോൾ മാത്രമാണ് വിൽക്കാൻ അനുമതി ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ബോധ്യം അതാണ്. എൻ്റെ മുമ്പിലുള്ള അബ്കാരി റൂൾസ് പ്രകാരം, ദ രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ്സ് ഇൻ കേരള റൂൾസ് പ്രകാരം ഇവിടെ ഒരു തുള്ളി മദ്യം വിൽക്കണമെങ്കിൽ ആ മദ്യവിൽപ്പനയ്ക്ക് വേണ്ടിയുള്ള പെർമിറ്റിന് സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ കൊടുക്കണം. ആ സംസ്ഥാന എക്സൈസ് കമ്മീഷണർക്ക് മുമ്പായി അപേക്ഷ കൊടുത്ത് ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ വിൽപ്പന നടക്കുകയുള്ളൂ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് തന്നെ ഈ പറഞ്ഞ പ്രോഡക്റ്റുകൾ ഈ മിലിറ്ററി ക്യാൻറ്റീനുകൾ വിൽക്കാൻ എനിക്ക് കിട്ടിയ വിവരം അങ്ങനെയാണ്, വിൽക്കാൻ വേണ്ടി ബ്രാൻഡ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞ ഗവൺമെൻറ്. എന്നിട്ട് വിൽപ്പന നികുതി കുറഞ്ഞതായതുകൊണ്ട് ക്യാൻറ്റീനുകളിൽ വിൽക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് രജിസ്ട്രേഷൻ എന്നത് ഈ ആർമി ക്യാൻറ്റീനുകളിലും മറ്റും ഈ ഇത്തരം ക്യാൻറ്റീനുകൾ വിൽക്കാനുള്ള ബ്രാൻഡിങ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വിൽപ്പനയ്ക്ക് വേണ്ടി ഒരു ബ്രാൻഡ് രജിസ്ട്രേഷന് ഒരു അപേക്ഷ സംസ്ഥാന എക്സൈസ് വകുപ്പിന് മുമ്പിൽ വന്നാൽ സംസ്ഥാന എക്സൈസ് മന്ത്രി എന്ന നിലയിൽ എൻ്റെ പോളിസി വ്യക്തമാണ്. അതിന് അനുമതി നിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. അല്ല, അങ്ങനെ മുഖ്യമന്ത്രി അങ്ങനെ മോഹൻ പറഞ്ഞില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് അബ്കാരി പോളിസി, ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമല്ലേ? അബ്കാരി പോളിസിയിൽ അങ്ങനെയാണെങ്കിൽ, ഇപ്പോൾ അബ്കാരി പോളിസി ഭാവി വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് നടക്കും. അബ്കാരി പോളിസി എന്താണെന്ന് ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അത് തീരുമാനിക്കട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. അബ്കാരി പോളിസി വരുന്നതിന്, അതുകൂടെ പറയാം, അബ്കാരി പോളിസി വരുന്നതിന് മുൻപാണ് ഒരു അപേക്ഷ വരുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് വ്യക്തമായ നിലപാടാണ്. എന്താണ് ഞാൻ എൻ്റെ ഇൻസ്ട്രക്ഷൻ അത് റിജക്റ്റ് ചെയ്യുക എന്നത് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? അത് നിങ്ങളുടെ ഈ ബജറ്റ് മാറ്റി വെക്കണമെന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഈ സംസ്ഥാന ബജറ്റ്, റിവേഴ്സ്ഡ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ബജറ്റുമായി ബന്ധപ്പെട്ടൊരു നികുതി നിർദ്ദേശത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന ധനകാര്യ വകുപ്പ് ഒരു തീരുമാനം എടുക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ ബജറ്റ് എങ്കിൽ 6 മാസം കഴിഞ്ഞെന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ ബജറ്റ് ഇപ്പം വന്നുകൊണ്ട് അതിലൊരു ധനാഗമ മാർഗ്ഗങ്ങളെക്കുറിച്ചൊരു പോർഷൻ ഉണ്ടായെന്ന് കണക്കാക്കിയ പോരെ? നയം ഉണ്ടാവുമല്ലോ, അതല്ലേ നയം വരുന്നത്. അബ്കാരി നയത്തിൽ വരുമല്ലോ. ബാറിൻ്റെ സമയത്തെക്കുറിച്ച് ചർച്ചയുണ്ടാവും. പിന്നെ സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ നിലവാരത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ടാവും. ബാറുകളുടെ നിലവാരത്തെക്കുറിച്ച് പരാമർശം ഉണ്ടാവും. പിന്നെ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പരാമർശം ഉണ്ടാവും. എല്ലാ കാര്യവും അബ്കാരി നയം, UDFൻ്റെ അബ്കാരി നയം വളരെ കോംപ്രിഹെൻസീവായ ഒന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. സംസ്ഥാന എക്സൈസ് മന്ത്രി ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. അങ്ങനെ ആയിരിക്കും വരാൻ പോകുന്നത്. എൻ്റെ നിലപാട് ഞാൻ ചോദിക്കട്ടെ, അത് ശരിയാണോ? എൻ്റെ നയത്തിൽ ഞാനൊരു എക്സൈസ് ഓഫീസ് മന്ത്രിയായിട്ട് നിൽക്കുമ്പോൾ ഡിബേറ്റബിളായ ഒരു സബ്ജക്റ്റിൽ പല അഭിപ്രായങ്ങളുള്ളവരില്ലേ? ചിലർ പറയും ഇങ്ങനെ വേണം, ചിലർ പറയും ഇങ്ങനെ വേണം. ഞാൻ തന്നെ നേരത്തെ എൻ്റെ അഭിപ്രായം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മുൻവിധി സൃഷ്ടിക്കുന്ന അർത്ഥമുണ്ടോ? എനിക്ക് എൻ്റെ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽ പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ആദർശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിയുടെയും എനിക്ക് വിജയിപ്പിച്ച മുന്നണിയുടെയും തിരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് എൻ്റെ നിലപാട്. അത് ഞാൻ ഇവിടെ വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ജവാൻ്റെ കാര്യത്തിൽ, ജവാൻ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യമാണ്. ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവല്ലയിലെ ട്രാവൻകൂർ ഷുഗേഴ്സിലാണ്.
ഞാൻ സംസ്ഥാന എക്സൈസ് മന്ത്രിയായി ചുമതലയേറ്റതിന് ശേഷമുള്ള കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ബിവറേജ് കോർപ്പറേഷനിൽ നടന്ന മീറ്റിങ്ങിലൂടെ എനിക്ക് മനസ്സിലായ കാര്യം, ഇതൊക്കെ മനസ്സിലാക്കിയും കൂടിയാണല്ലോ പോകുന്നത്. ബിവറേജ് കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് തന്നെയാണ് ട്രാവൻകൂർ ഷുഗേഴ്സിനും മലബാർ ഡിസ്റ്റിലറീസിനും. രണ്ട് ഡിസ്റ്റിലറികളുടെ ചുമതല അങ്ങനെയാണ്. ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ റിപ്പോർട്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞ് ജൂൺ മാസം 11 ഞാൻ മാധ്യമങ്ങളിലൂടെ കണ്ടത് ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെ പ്രവർത്തനം നിലച്ചു എന്ന വാർത്തയാണ്. ആ വാർത്ത വന്നതിൻ്റെ അടുത്ത ദിവസം തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ആ മാനേജ്മെൻറ്റ് മീറ്റിങ്ങിൽ ബിവറേജ് കോർപ്പറേഷൻ്റെ MD, അതായത് ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെയും MDയും ട്രാവൻകൂർ ഷുഗേഴ്സിൻ്റെ ഡെപ്യൂട്ടി മാനേജർ ചുമതല വഹിക്കുന്ന ആളും എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും അടങ്ങുന്ന ടാക്സ് സെക്രട്ടറിയും അടങ്ങുന്ന മീറ്റിംഗ് ആയിരുന്നു, ടാക്സ് ജോയിൻറ്റ് സെക്രട്ടറി. ഞാനതിൻ്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ട്രാവൻകൂർ ഷുഗേഴ്സിൽ 2 തരം ജവാൻ പ്രോഡക്റ്റാണ് വിൽക്കുന്നത്. ഒന്ന് 1000 ml ബോട്ടിലും 2 750 ml ബോട്ടിലുമാണ് അവിടെ വിറ്റുകൊണ്ടിരുന്നത്. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പ് ഏപ്രിൽ മാസം 20 തന്നെ 750 ml പ്രൊഡക്ഷൻ, അവിടെ 6 കൺവെയർ ബെൽറ്റുകളാണുള്ളത്, അതിൽ 750 ml പ്രൊഡക്ഷൻ നിലച്ചിരുന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അതിന് 3 മാസം മുമ്പേ ടെൻഡർ കഴിഞ്ഞു ഇതിൻ്റെ. പക്ഷേ പുതുക്കിക്കൊണ്ട് വന്നെങ്കിലും അവസാനം പിന്നീട് ആ ടെൻഡറിലുള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യാൻ സാധിച്ചില്ല. അവിടെ 750 ml കുപ്പികളില്ലാത്തതിനാൽ കഴിഞ്ഞ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് ഒരു മാസം മുമ്പേ 750 ml പ്രൊഡക്ഷൻ അവിടെ നിലച്ചിരുന്നു. പിന്നീട് ഈ മാസം 11 വരെ മുന്നോട്ട് കൊണ്ടുവരുന്ന 1000 ml ബോട്ടിലിൻ്റെ പ്രൊഡക്ഷനാണ്. 1000 ml ബോട്ടിലിന് അവിടെ ഇവർ നിൽക്കുന്ന കാർട്ടൺ ബോക്സും ഇതുമായിട്ട് ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളുടെയും ഷോർട്ടേജ് കാരണം ഉൽപ്പാദനം നിലച്ചു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പാദനം നിലച്ച് 3 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളിലൂടെയാണ് സംസ്ഥാന എക്സൈസ് വകുപ്പിന് ഉൾപ്പെടെ ഈ വിവരം ലഭിക്കുന്നത്. ഗുരുതരമായ വീഴ്ചയാണ്. ഞാൻ ആ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ ആദ്യം തന്നെ പറഞ്ഞു, ജവാൻ്റെ ഉൽപ്പാദനം നിലച്ചത് വളരെ ഗുരുതരമായ വീഴ്ചയാണ്. അവിടെ റവന്യൂ നഷ്ടം ഉണ്ടാവും. കാരണം ഒരു ദിവസം ഏകദേശം 9000 മുതൽ 12000 ബോട്ടിൽ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റിൻ്റെ പ്രവർത്തനം ഈ ഗവൺമെൻറ് വരുന്നതിന് ഒരു മാസം മുമ്പേ 1000 ബോട്ടിൽ നിലച്ചു. അതാർക്കും പുനഃസ്ഥാപിക്കുന്ന നടപടിയില്ല. അതിനുശേഷം പിന്നെ 750 നിലച്ചു, പിന്നീട് 1000-ൻ്റെയും പിന്നീട് നിലയ്ക്കുന്നു. വീഴ്ചയാണ്. ഞാൻ ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 2 ലക്ഷ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ അപ്പോൾ ഉള്ളത്. ഒന്ന്, അടിയന്തരമായ ഉൽപ്പാദനം പുനഃസ്ഥാപിക്കണം. 2, ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത്തരം ഒരു ക്രൈസിസ് ഉണ്ടാകരുത്. 3, ഇതുമായി ബന്ധപ്പെട്ട റവന്യൂ നഷ്ടം ഉൾപ്പെടെ കണക്ക് കൂട്ടണം. ഇതിന് കുറ്റക്കാരായിരിക്കുന്നവരുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കണം. ഞാൻ ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ട് ടാക്സ് സെക്രട്ടറി ചുമതലപ്പെടുത്തി, അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ടാക്സ് സെക്രട്ടറി ചുമതലപ്പെടുത്തി അന്വേഷിക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ 1, റവന്യൂ നഷ്ടം; 2, ഇതുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ; 3, ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെ ഫലപ്രദമായി കൊണ്ടുപോകാം; പിന്നെ അടിയന്തരമായ ഉൽപ്പാദനം പുനരാരംഭിക്കുക. ഇതിൻ്റെ റിപ്പോർട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം 25 ഇന്നലെ അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിച്ചു, 1000 ml ബോട്ടിലുകളുടെ. ഞാൻ ഇന്നലെ അവിടെ സന്ദർശിച്ച് അവിടുത്തെ തൊഴിലാളികളുമായും ജീവനക്കാരുമായും പ്രധാനപ്പെട്ട ആളുകളുമായും എല്ലാവരുമായും സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാനേജ്മെൻറ്റ്, അതായത് ഈ ട്രാവൻകൂർ ഷുഗേഴ്സൊക്കെ പോലെയുള്ള ഒരു കമ്പനിയുടെ ഡെപ്യൂട്ടി മാനേജർ സ്ഥാനത്തേക്കൊക്കെ തന്നെ ഒട്ടും പ്രൊഫഷണലായിരിക്കുന്ന ആളുകളെ അല്ല നിയമിക്കപ്പെട്ടിട്ടുള്ളത്. ഞാനത് പറയുന്നതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. മലബാർ ഡിസ്റ്റിലറീസിൻ്റെ അവിടെ ഒരു വെയർഹൗസിംഗ് കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ, അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. തിരുവല്ലയിലെ വെയർഹൗസിംഗ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ ട്രാവൻകൂർ ഷുഗേഴ്സിനെ നിയന്ത്രിക്കുന്നു. ചിറ്റൂരിലെ ഒരു വെയർഹൗസിംഗ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥൻ മലബാർ ഡിസ്റ്റിലറീസിനെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെയാണ് സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട ധനകാര്യ റവന്യൂ തന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരിക്കുന്ന മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇതൊക്കെ ഫ്ലോസാണ്. ഇതിൻ്റെയൊക്കെ തലപ്പത്ത് വരേണ്ടത് ഏറ്റവും മികച്ച മാനേജ്മെൻറ്റ് വൈദഗ്ധ്യമുള്ള വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ആളുകളാണ്. ഞാനതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മറ്റും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് സ്ഥിതി. അല്ല, അന്വേഷണം ഞാൻ പറയും, ഇതൊക്കെ മുൻവിധിയോടുകൂടി ഒന്നിനും പെരുമാറാൻ ഞാനില്ല. ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരായിട്ട് എതിരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ വെറും മുൻവിധിയോടുള്ള പരാമർശങ്ങളാണ്. അത് ശരിയല്ല. പക്ഷെ ഒരു കാര്യം വളരെ കൃത്യമാണ്, ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിറവേറ്റപ്പെടേണ്ടതാണ് എല്ലാവരും. ഇപ്പം ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റണം, എല്ലാവരും അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റണം. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ടാക്സ് സെക്രട്ടറി അന്വേഷിക്കുകയല്ലേ. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ. ആരാണ് കുറ്റക്കാർ, എവിടെയാണ് വീഴ്ച വന്നത്, ഇനി ബിവറേജ് MD അറിഞ്ഞോ, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ പോയോ, ഇനി അറിഞ്ഞിട്ടും അറിയിക്കാതിരുന്നതാണോ, ഇതെല്ലാം റിപ്പോർട്ടിലുണ്ടാവേണ്ടത് ഇതിന് അന്വേഷണ റിപ്പോർട്ടുകളിലാണ്. ഞാൻ അന്വേഷണ റിപ്പോർട്ട് വളരെ കൃത്യമായി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഞാൻ കഴിഞ്ഞ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബിവറേജിൻ്റെ ഒരു കോർപ്പറേഷൻ്റെ ഗോഡൗൺ കത്തിപ്പോയി. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, 12 കോടിയുടെ ഒരു ഗോഡൗണാണ് അവിടെ കത്തിപ്പോയിരിക്കുന്നത്. 12 കോടി രൂപയുടെ നഷ്ടമുണ്ടായി.
കഴിഞ്ഞ ഏപ്രിൽ മുതൽ 1 മുതൽ 14 വരെ അവിടെ ഈ ഡിസ്റ്റിലറി അടച്ചിട്ടു. ഈ മലബാർ ട്രാവൻകൂർ ഷുഗേഴ്സ് അടച്ചിട്ടു. പറയുന്ന അറ്റകുറ്റപ്പണിയും ചെറിയ കാര്യങ്ങളാണ് പറയുന്നത്. 14 ദിവസം 15 ദിവസം അടഞ്ഞിടക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ സ്ഥാപനങ്ങളുടെ കാര്യത്തിലുണ്ടാകുന്ന കെടുകാര്യസ്ഥതകളാണ്. അതൊരു ഏതെങ്കിലും വ്യക്തിയുടെ തലപ്പത്ത് നിന്നുള്ളതല്ല അതിൻ്റെ വിഷയം. നമ്മൾ ആ ഒരു സിസ്റ്റം കറക്റ്റ് ചെയ്യണം. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവിടെയെല്ലാം കറക്ഷൻ ഉണ്ടാക്കണമെന്നാണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മന്ത്രി എന്നതിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ടെൻഡറിലെ എനിക്ക് മനസ്സിലായത്, ഞാനതിലൂടെ ആദ്യഘട്ടത്തിൽ എനിക്ക് മനസ്സിലായിരിക്കുന്നത്, അപ്പോൾ ആദ്യഘട്ടത്തിൽ ഉൽപ്പാദനം 750 ml കാര്യമാണല്ലോ നിന്നത്. 750 ml കുപ്പി നൽകുന്ന ടെൻഡർ കമ്പനികൾ, ടെൻഡറിൽ പങ്കെടുത്തവർ അതുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകാത്തതുകൊണ്ട് അവരുടെ ടെൻഡർ കൺഫേം ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണമായി അവർ പറയുന്നത് ടെൻഡർ കമ്പനികൾ, ഈ കമ്പനികൾ ഇപ്പോൾ ഗൾഫ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരു കൂടുതൽ വില ഉയർത്താനുള്ള ഒരു പ്രഷർ അവർക്ക് ഈ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ, കുപ്പിയുടെയൊക്കെ തന്നെ ഈ റോ മെറ്റീരിയൽസിൻ്റെ വില കൂടിയതുകൊണ്ട് കൂടുതൽ വില ഉയർത്താൻ വേണ്ടി അവർ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് അവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ടെൻഡറിനകത്തും അതുകൊണ്ടാണ് ടെൻഡർ നടപടികളും പൂർത്തിയാവാഞ്ഞതെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് ടെൻഡർ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് പുതിയ ഈ 750 ml വേണ്ടി ടെൻഡർ വിളിച്ചു. എല്ലാവർക്കും അതിൽ പങ്കെടുക്കാം. മറ്റൊരു കാര്യം, തമാശയാണെങ്കിലും ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ തന്നെ പലരും എഴുതി ഈ ജവാൻ്റെ കുപ്പി അടയുന്നില്ല എന്നൊക്കെ പറഞ്ഞെഴുതുമ്പോൾ ഞാൻ ആദ്യം വെച്ചാൽ കളിയാക്കി പറയുന്നതാണെന്നാണ്, അല്ലെങ്കിൽ കുപ്പി ഒരു ബാഗിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷേ ഇന്നലെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുപ്പിയൊക്കെ വളരെ ലോ ക്വാളിറ്റി കുപ്പികളാണ്, അത് അടപ്പൊക്കെ തന്നെ. അപ്പം നമ്മളതിൽ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അതിലൊക്കെ തന്നെ ഒരു മദ്യപാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ള കുപ്പിയൊക്കെ തന്നെ വൃത്തിയായിട്ട് വേണം എന്നുള്ള അഭിപ്രായം ഞാൻ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടെൻഡറിലൊക്കെ അത്തരം ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന്, കാരണം ഇതൊരു പ്രോഡക്റ്റ് ആണല്ലോ എന്ത് പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻഡറൊക്കെ തന്നെ ഇപ്പോൾ വീണ്ടും ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ആ ടെൻഡർ സുതാര്യമാണ്, ആർക്കും വേണമെങ്കിലും അത് പങ്കെടുക്കാം. സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രോഡക്ട്സ് വരും. എങ്ങനെയായിട്ടുണ്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന 750 ml ആണ് ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുന്നത്. 7 days ആണല്ലോ. ഈ ടെൻഡർ കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് മാത്രമേ ആ കുപ്പിയും മറ്റു കാര്യങ്ങളും എത്തിയുള്ളൂ. ഇപ്പം നിലവിൽ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗവൺമെൻറ് വരുന്നതിന് 1 മാസം മുമ്പേ ഈ 750 നിന്നുപോയി. ഈ സമയത്തൊന്നും അഡ്രസ്സ് ചെയ്യപ്പെട്ടില്ല. 44 ദിവസം കഴിഞ്ഞിട്ടാണ് അത് നിന്നിട്ട് 44 ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് ടെൻഡർ അതിൻ്റെ പേരിൽ അന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ലാഗാണ് വലിയ. ഞാൻ അതിൻ്റെ റിപ്പോർട്ട് വരുത്തിയെന്ന് കഴിഞ്ഞ ദിവസം. അപ്പോൾ അവിടെ ഈ മലബാർ ഡിസ്റ്റിലറീസിൽ 17 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് റമ്മാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ജവാനൂർ റമ്മാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ബ്രാൻഡി ആണെന്നാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ ബ്രാൻഡി ഉൽപ്പാദനത്തിന് വേണ്ടി 17 കോടി അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിലവിൽ. പക്ഷെ ഉൽപ്പാദിപ്പിക്കണോ വേണ്ടയോ എന്ന് പറഞ്ഞാൽ അതൊരു പോളിസി ഡിസിഷനാണ്. ഞാനത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിലും പക്ഷേ അവിടെ ടെൻഡറൊന്നും വിളിച്ചിട്ടില്ല. കുപ്പിയോ ഈ സ്റ്റിക്കർ, ഫ്ലേവർ, കാരമൽ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഡക്റ്റ്സ് ഉണ്ട്. നമ്മൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളാണ് ഈ മദ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആൽക്കഹോൾ. അപ്പോൾ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ വേണം, കാരമൽസ് വേണം, അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കാരമൽ. പിന്നെ ഫ്ലേവർ വേണം, പിന്നെ അതിൻ്റെ മുകളിൽ സ്റ്റിക്കർ വേണം, കുപ്പി വേണം, അടപ്പ് വേണം, കാർട്ടൺ വേണം, കാർട്ടൻ്റെ മുകളിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കർ വേണം. ഇത്രയും ടെൻഡറുകൾ പൂർത്തിയെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിൽ പ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. ഈ പ്രോസസ്സൊന്നും അവിടെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വന്നിട്ട് വേണം പ്രൊഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണോ അത് മിന്നൽ മാജിക്കിന് വേണോ വേണ്ടോ എന്നുള്ള കാര്യം ഇതുവരെ തീരുമാനം എടുത്തിട്ടില്ല. അത് ഫർദറായ ചർച്ചകളിലൂടെ മാത്രമേ തീരുമാനമാവുകയുള്ളൂ. ഞാൻ പറഞ്ഞതിൻ്റെ സംബന്ധമല്ലേ, ഇപ്പം നമ്മൾ അതിനെതിരെ വിമർശനങ്ങളുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ബാർ തൊഴിലാളികൾ എന്നെ നിരവധി പേര് വിളിക്കാറുണ്ട്. എന്നെ ഒരാൾ 12 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, രാത്രി ഞാനപ്പോൾ വന്ന് കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ, വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ എൻ്റെ ബാറിൽ നിന്ന് പോകാൻ പോവാണ്, ഇത്രയും നേരം കഷ്ടപ്പെടുവാണ്, ഇനി ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂർ യാത്ര ചെയ്ത് എൻ്റെ വീട്ടിൽ ചെല്ലണം. വീട്ടിൽ ചെന്നിട്ട് ഞാനൊരു 4 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീണ്ടും തിരികെ വരാൻ പോവുകയാണ്. എനിക്ക് 4 മണിക്കൂറാണ് അകത്ത് ഉറങ്ങാൻ സാധിക്കുന്നത്. ഒരു ബാർ തൊഴിലാളി എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. അതുപോലെ ചില സ്ഥലങ്ങളിൽ രാത്രി അസമയത്ത് ബാറ് തുറന്നു വെക്കുന്ന നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിക്കുത്ത്, അവിടെ ഇരുന്ന നോക്കി എന്നൊക്കെ പറഞ്ഞ് കത്തിക്കുത്തുണ്ടായ സംഭവങ്ങളുമൊക്കെ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളുണ്ട്, ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഈവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളുടെ ഒരു യോഗത്തിൽ, അവരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞു, ഈ നമ്മുടെ കേരളത്തിൽ മാരേജ് ഈവൻറ്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഈ ബാർ ഒക്കെ ഉള്ള വലിയ റിസോർട്ട്സിലൊക്കെ ആയിരിക്കും ഇത്തരം വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെ വിവാഹങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒരു 12 മണി വരെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം ഈവൻറ്റ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വെട്ടിക്കുറച്ചാൽ ഇതെല്ലാം തന്നെ ടൂറിസം ബിസിനസ്സിനെ ഒക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ
ഇത് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? ബാലൻസ് ചെയ്യും. രണ്ട് അഭിപ്രായങ്ങളും മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കുപ്പുറത്ത് ശരിയായ തീരുമാനം എന്തെന്നുള്ളത് ഡിബേറ്റ് ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതാണ് നയം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. പക്ഷേ അത് ചില ഇത്തരം കാര്യങ്ങളൊക്കെ ചില നഗരങ്ങളിലൊക്കെ ഉള്ളൂ. ബാക്കി ഗ്രാമങ്ങളിലൊന്നും ഇത്ര ഈവൻ്റ് പരിപാടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ സമയത്ത് അപ്പോൾ അതെല്ലാം ഞാനിപ്പോൾ ഒരു മുൻവിധിയോട് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതൊരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ചർച്ചകളിലൂടെ പ്രഖ്യാപിക്കപ്പെടേണ്ട ഒരു നയമാണ്. ഭരണ അധികാരത്തിൽ നമുക്ക് ഒരു മാസത്തിനകത്ത് തന്നെ എല്ലാം തീരുമാനിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ചർച്ച നടക്കട്ടെ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാമോ? ഇതൊരു കൊട്ടേഷൻ കൊടുത്തൊരു പ്രോഡക്റ്റ്, അതൊരു പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റാണ്. അതൊരു കൊട്ടേഷൻ നൽകി ടെൻഡർ വിളിച്ച് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിനെന്തുണ്ടാവണം? നിലവാരം ഉണ്ടാവണം എന്നുള്ള പോയിൻ്റുണ്ട്. ഇപ്പം എനിക്ക് മദ്യപിക്കണം, വ്യക്തിപരമായി എനിക്ക് മദ്യപാനത്തോട് താല്പര്യമുള്ള ആളല്ല. നാട്ടിൽ ആരും മദ്യപിക്കരുതെന്നാണ് വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു പ്രോഡക്റ്റ് എന്ന രീതിയിൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് എന്ന് പറയുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറ്റാവുന്നൊരു കാര്യം. പൂർണ്ണമായും മദ്യനിരോധനം പ്രായോഗികമല്ല എന്നാണ് വ്യക്തിപരമായി ഞാൻ ഉൾപ്പെടെ കരുതുന്നത്. അതൊരു റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്ങിലാണ് എത്തിപ്പെടേണ്ടത്, സോഷ്യൽ റെസ്പോൺസിബിൾ ഡ്രിങ്കിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞു എന്നല്ലാതെ അതിന് ഈ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ക്വാളിറ്റിയുള്ള കുപ്പി മദ്യം കൊടുത്തെന്ന് എക്സൈസ് മന്ത്രി പറഞ്ഞെന്ന് വ്യാഖ്യാനിക്കേണ്ട. ഇന്ന് തന്നെ വളരെ ഇതായിട്ടൊരു കാര്യം, ഇന്ന് രാവിലെ ലഹരി വിരുദ്ധ ദിനമായിരുന്നു. രാവിലെ ഞങ്ങൾ എല്ലാവരും ബന്ധപ്പെട്ട് എക്സൈസ് വകുപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇന്ന് വലിയൊരു പരിപാടിയാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അത് റാലിയിലേക്ക് മാത്രം ചുരുങ്ങി. രാവിലെ ചെറിയ മഴയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ കുട്ടികൾ ഈ മഴയത്ത് അവർ കസേരയിൽ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ തുടക്കത്തിലെ മൈക്കെടുത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഇരിക്കരുത്, ഈ മഴയാണ്, നമുക്കൊരു പന്തൽ ഈ ഭാഗത്തില്ല. അപ്പം നിങ്ങൾ പരിപാടിയൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഒരാൾ പോലും ഈ കസേര മഴയാണോ അപ്പോൾ മാറിക്കോണം, വ്യക്തമായെടുത്ത് പറഞ്ഞാണ് പരിപാടി തുടങ്ങുന്നത് തന്നെ. ബഹുമാനായ മുഖ്യമന്ത്രി എത്തി. കാരണം ഇവിടുന്ന് ഈ മഴ കാരണം കുറച്ച് കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ളൊരു കൂടെ വന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നു. യോഗം തുടങ്ങി. അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് മഴ പെയ്തു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു അകത്തേക്ക് കയറിയിരിക്കണം, കുട്ടികളോടെല്ലാം ആവശ്യപ്പെട്ടു ഇങ്ങോട്ട് കയറി നിൽക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ സംസാരിക്കാൻ അധ്യക്ഷ പ്രസംഗം നടത്തി. അധ്യക്ഷ പ്രസംഗം നടക്കുമ്പോൾ എൻ്റെ മുമ്പിലുള്ള ബസ്സിൽ ഒരു കുട്ടി പോലും ഇല്ല. കാരണം എന്താ? അവിടെ ഇരിക്കരുതെന്ന് നമ്മൾ തന്നെ പറഞ്ഞല്ലോ. കുഞ്ഞുങ്ങൾ മഴ വേണ്ട കാര്യവുമില്ല. ഇതെല്ലാം അങ്ങനെ തിരിച്ചുപോയി. കുറച്ച് മുമ്പ് ഒരു ചാനലിലെ വാർത്ത നീക്കുക, കുട്ടികളെ മഴയത്ത് നിർത്തി പ്രസംഗം തുടർന്ന് എക്സൈസ് മന്ത്രി. ഞാൻ വെച്ചാൽ ഇങ്ങനെ വല്ലതും സംഭവിച്ചു. ഞാൻ എൻ്റെ വീഡിയോ പരിശോധിച്ചു. ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഒരൊറ്റ കുട്ടിയില്ല, ഫ്രണ്ടിൽ ഒറ്റ കുട്ടിയില്ല. 7 മിനിറ്റാണ്, 8 മിനിറ്റിനടുത്താണ് ഞാൻ ആകെ സംസാരിച്ചത്. സ്വാഭാവികമായി സംസാരിക്കുമ്പോൾ നയങ്ങളൊക്കെ വിശദീകരിക്കണ്ടേ. ഒരു കുട്ടി പോലും മഴ നനയാതെ ഒഴിഞ്ഞ കസേരയ്ക്ക് പോകും. കാരണം കുഞ്ഞുങ്ങളൊക്കെ സൈഡിൽ മാറി നിൽക്കുകയാണ്. പക്ഷേ വ്യാഖ്യാനിക്കുന്ന രീതി ഇതാണ്. ഒരു വലിയ വാർത്ത കൊടുക്കുകയാണ്, കുട്ടികളെ മുഖ്യമന്ത്രി വൈകി എത്തി, മുഖ്യമന്ത്രി അതുകൊണ്ട് കുഞ്ഞുങ്ങളെ മുഴുവൻ പിടിച്ചിരുത്തി നനയിച്ചു എന്ന് പറഞ്ഞുള്ള ഇതൊക്കെ എന്ത് തരം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഒരു ചാനൽ മേധാവിക്ക് ഞാനൊരു വീഡിയോ അയച്ചു കൊടുത്തു, ഇട്ട ആൾക്ക്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാർത്ത ഇതിൻ്റെ ലൈവ് വീഡിയോ ഞാൻ മാറി നിൽക്കണം കുഞ്ഞുങ്ങളെ, നിങ്ങൾ പ്രോഗ്രാമേ വിഷയമല്ലെന്ന് മാറി നിൽക്കണമെന്ന് പറയുന്ന വീഡിയോ അടുത്തത്. അല്ല, ഞാൻ അതിൻ്റെ ഒരു ചോദിച്ചു, കളക്ഷൻ റേറ്റ് ചോദിച്ചിരുന്നു. അതായത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളൊരു കുപ്പി 20 രൂപയ്ക്ക് ഒരു മദ്യം ചെയ്യുന്നു. കാരണം പ്ലാസ്റ്റിക് ഒരു പ്രശ്നമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മേടിച്ചുകൊണ്ട് പോകുന്ന കുപ്പി പോകുന്ന പോക്കിൽ ഇങ്ങനെ എറിഞ്ഞ് സൈഡിൽ ഓടെ കിടക്കുന്നു, തോട്ടിൽ കിടക്കുന്നു, കുളത്തിൽ കിടക്കുന്നു. അപ്പോൾ അങ്ങനെ വരുന്നപ്പോൾ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ഈ ഒരു പദ്ധതി ഉണ്ട്. ഈ കുപ്പികൾ ഇപ്പോൾ 20 രൂപ നേരത്തെ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുകയാണ്, നിങ്ങളുടെ ഈ കുപ്പിക്ക് 20 രൂപ വിലയുണ്ട്, ഇത് തിരിച്ച് തന്നാൽ 20 രൂപ. ഞാനൊന്ന് പറയട്ടെ, എനിക്ക് അല്ല ഞാനൊന്ന് പറയട്ടെ, ഞാൻ പൂർത്തീകരിച്ചില്ലല്ലോ. അപ്പോൾ 20 രൂപ അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ 20 രൂപ തിരികെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ റേറ്റ് എത്രമാത്രമാണ് എന്ന് പറഞ്ഞാൽ, കൊണ്ടു കൊടുത്ത് 20 രൂപ കൊടുത്താൽ ഈ പ്ലാസ്റ്റിക് കുപ്പി നമ്മുടെ ഒരു ഗവൺമെൻറ് കസ്റ്റഡി വരികയാണ്, തെരുവിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് എന്താണെന്നുള്ളതിൻ്റെ റിപ്പോർട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കൊടുക്കുന്ന കുപ്പികൾ എത്രമാത്രം തിരികെ വരുന്നു, ഈ കുപ്പി കൃത്യമായി കളക്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ച് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഉൾപ്പെടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഗ്രീൻ പ്രോജക്റ്റാണത്. ഇങ്ങനെ വിൽക്കപ്പെടുന്ന എല്ലാ കുപ്പിയും കൃത്യമായി ചെയ്യുന്നുള്ളത്. പിന്നെ മദ്യപാനിക്ക് 20 രൂപ അധികം കൊടുക്കണമെന്ന് വന്നതിൻ്റെ വിഷമം ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. വളരെ കൃത്യമായി അതിൻ്റെ സക്സസ് റേറ്റ് കൃത്യമായി റിപ്പോർട്ട് എടുക്കുക. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എക്സൈസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയൊരു മിനിമം ഒരു പ്രാഥമിക റിപ്പോർട്ടാണ്. അതുപോലെ എക്സൈസ് പോർട്ടൽ ജൂലൈ 1 മുതൽ ആരംഭിക്കുകയാണ്.
ജൂലൈ 1 നമ്മുടെ സമ്മേളനമുണ്ട്. പ്രോഗ്രാം ഇനോഗ്രേഷനാണ്. മയങ്ങില്ല കേരളം, ആ പേര് എന്നുള്ളതാണ്, മയങ്ങില്ല കേരളം എന്നാണ്. അതൊരു 4 ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട എൻഫോഴ്സ്മെൻറ്റും അവെയർനെസ്സും ഡി അഡിക്ഷനും റിഹാബിലിറ്റേഷനും ഉൾപ്പെടുന്ന ഇതാണ്. ഈ പറഞ്ഞ പോർട്ടൽ വളരെ ഓപ്പറേഷനിലാക്കി. നമ്മുടെ എക്സൈസ് കമ്മീഷണർ IT വിദഗ്ധൻ കൂടിയാണ്, ചാർജ് ഓഫ് IT ഡിപ്പാർട്ട്മെൻറ്റ് 2. അപ്പോൾ ഒരു വളരെ കൃത്യമായ പോർട്ടലാണ് നമ്മൾ വന്നിരിക്കുന്നത്. വലിയ ഇൻ്റർവെൻഷൻസ് ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങൾ കുറേ കാര്യങ്ങൾ കൂടെ അനുമതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സൈബർ ഇൻ്റർവെൻഷൻ, ഒരിടത്തൊരു മയക്കുമരുന്നിനെക്കുറിച്ച് വിവരം കിട്ടി, ട്രാക്ക് ചെയ്യാൻ നിലവിൽ എക്സൈസിന് സംവിധാനം ഇല്ല. അപ്പോൾ സൈബർ ഇൻ്റർവെൻഷൻ ഉൾപ്പെടെയുള്ളതിന് അനുമതി നമ്മൾ ചോദിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അത്ര ഇൻ്റർവെൻഷൻ. ഈ പരിമിതികൾക്കെല്ലാം നിന്നിലാണ് 14,000 കേസുകൾ ഈ സംസ്ഥാനത്ത് ഒറ്റ മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത്. 11,000 കോട്ട്പ കേസുകൾ അവർ ഫീൽഡിൽ പോയി ചെയ്തു. 1,400 NDPS കേസുകൾ. നമ്മൾ ചെയ്യേണ്ട ഒരു ഫോഴ്സിനെ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ 1,400 NDPS കേസുകൾ ഒറ്റ മാസത്തിനുള്ളിൽ എടുത്തു എന്നത് വളരെ നിസ്സാരമായി കാണരുത്. 15 ബിഗ് വോളിയം കേസുകളാണ്. ഇതിനെ പിന്നാലെ പോയി അന്യ സംസ്ഥാനങ്ങളിൽ പോയി വളരെ പരിമിതി. 23 കോടി രൂപയുടെ പ്ലാൻ ഫണ്ടുള്ള ഒരു ചെറിയ വകുപ്പാണ്. ഒത്തിരി റവന്യൂ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയൊരു വകുപ്പാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ബജറ്റിൽ മയക്കുമരുന്ന് കൊടുത്തിന് 5 കോടി രൂപ, എന്നാൽ 23 കോടിയാണ് ആ പ്ലാൻ ഫണ്ട്. അവിടെ നിന്നിട്ടാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്രയും കഠിനാധ്വാനം ചെയ്ത് അന്യ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ പോയി ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉള്ള പ്രതികളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരു അപ്രീസിയേഷൻ അർഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. തൂഫാൻ പോലീസിൻ്റെ ഒരു ആക്ഷൻ, ഞങ്ങളെല്ലാം ഇൻ്റർഗ്രേറ്റ്. ഇപ്പോൾ തൂഫാൻ പദ്ധതിയിൽ ഞാൻ ഉൾപ്പെടെ എക്സൈസിൻ്റെ ഇൻ്റർവെൻഷനുണ്ട്. അതുപോലെ ഓപ്പറേഷൻ തണ്ടറിൻ്റെ കാര്യത്തിൽ പോലീസിൻ്റെ സഹായമുണ്ട്. പോലീസിൻ്റെ സഹായം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആളുകളെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സൈബർ അന്വേഷണം 2 ഫോഴ്സും എൻഫോഴ്സ്മെൻറ്റ് ഫോഴ്സുകളാണ്. സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ എല്ലാം ഒരുമിച്ചിറങ്ങുമ്പോഴാണല്ലോ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എക്സൈസിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, പോലീസിൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഞാനതാ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് അറിയേണ്ടത് കൂടിയുണ്ട്. ഇപ്പോൾ പലപ്പോഴും നമുക്ക് അത്തരത്തിൽ അവരുടെ പരിമിതികൾ കൊണ്ട് അവർ ചെയ്യുന്നൊരു വർക്കിനെ പുറത്തോട്ട് അറിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യത്തെ അസസ് ചെയ്യുന്നതും കൂടാണ് ഞാൻ പറയുന്നത്. വളരെ കാര്യമായ ഒരു കഠിനാധ്വാനം നടക്കുന്നുണ്ട്.